ആ ചേട്ടൻ നമ്മളോട് കുറച്ച് നേരം പറയണേ ഓൻ അവിടെ എന്തോ മറയുണ്ടെന്ന് അവിടെ ഒറ്റ കയറിഞ്ഞ് സാധനം അടിച്ച്. അതാണ് പ്രായമായവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഗപ്പിഫൈഡ് ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലാർക്കിൻ്റെ പാക്രോ V3 വെച്ചിട്ടുള്ളൊരു ഫിഷിംഗ് ആണ് കേട്ടോ. അധികം വലിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോ ആണ്. 4 വരകളെല്ലാം അടിച്ച് കയറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും. അവിടെ വെള്ളത്തിൽ ഒരു വരാലൊക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ ഫ്രോഗ് ഒന്ന് മുക്കി നോക്കാം, ഒന്ന് അടിക്കാൻ നോക്കാം. ചെറിയ വരാലാണ് വീഡിയോയിൽ കാണുന്നുണ്ടോ? കുറെ കൊച്ചു നിങ്ങൾ വേഗം വരുന്നുണ്ട്. ഒരു സാധനം അടിച്ചിട്ടുണ്ട് കണ്ടോ, കടിക്കുന്നുണ്ട്. പോയിന്നുണ്ട് ഇല്ല അല്ലേ, അടിക്കുന്നുണ്ട്. എന്താണ് ചേറുങ്ങിൻ്റെ കുഞ്ഞാണോ വരാലാണോ? വരാലാണ് പക്ഷെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടല്ലേ. നാടനാണോ? അടാ ഒരു 10-150 ഗ്രാം വരും. ലാർക്കിൻ്റെ പാക്രോ V3. അയ്യോ മോനെ പാക്രോ, അയ്യോ പാക്രോനെ കാണാനില്ല. പാക്രോ വെള്ളം തെറിച്ച് പാക്രോട്ട് ഉണ്ട് കേട്ടോ. യെസ്, ഓൾ സെറ്റ്. ഞാൻ ഊരെടുക്കാം. ഇപ്പോൾ കാസ്റ്റിങ് അടിപൊളി ആയതുകൊണ്ട് തന്നെ അതെ. അപ്പോൾ ബൈ ഇപ്പോഴാവുമ്മേ അയിനിയമ്മ. അതെ അതെ എറിഞ്ഞപ്പോൾ നമ്മൾ കുടുങ്ങി. എന്താ കുടുങ്ങി എത്തും. അപ്പോൾ ആ ഓക്കെ ഓക്കെ. ആ ലൂസാക്കിയിട്ടുണ്ട്. അയച്ചു. ആകെ കുടുങ്ങില്ലേ? കിട്ടിയ മണ്ടത്തിൽ എങ്ങനെ അറിയുന്ന മാട് എൻ്റെ മോനെ അടിപൊളി. ലാർക്കിൻ്റെ പാക്രോയിൽ മാൻ ടാപ്പ് 1 kg എടുപ്പിച്ചിട്ടാ. കാസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് കേട്ടോ ഒരു ചേട്ടനെ പരിചയപ്പെട്ട്. ചേട്ടൻ പറഞ്ഞു എൻ്റെ കൊണ്ടുവരാച്ച ഉണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കാറില്ല, ഇതാണ് ഐറ്റം. എൻ്റെ പൊന്നെ ടെലസ്കോപ്പിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ചേട്ടാ? ഇത് എവിടെ നിന്നാണ് സാധനം ഒപ്പിച്ചത്? UK എന്നാണല്ലേ. ടെലസ്കോപ്പിക്കാണ്. ഇമാതിരി ടെലസ്കോപ്പ് ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലേ. ഇത് എത്ര അടി ഉണ്ട് നീട്ടിയ? അറ്റത്തെ കൈഡ് പോയില്ലേ. ഇപ്പോൾ ഉപയോഗിക്കാറില്ലല്ലോ ഇത്? എൻ്റെ പൊന്നു മക്കളെ, എന്താ സാധനം, കിടിലൻ ഐറ്റം. ആദ്യ കാലത്ത് കണ്ട് ഇറങ്ങിയ മൂടലെന്നുള്ള എത്ര കൊല്ലായത്? ഈ ഭാഗത്തെ ചൂണ്ടക്കാരില്ലാത്ത കാലത്ത് തന്നെ ചേണ്ടല്ലേ ഈ ചൂണ്ടയുണ്ടല്ലേ. കൊള്ളാം. വെയിറ്റ് നോക്കട്ടെ, ഭയങ്കര വെയിറ്റ് ആണെന്നുണ്ട്. ചെറിയ സമ്മതിക്കണ്ട. കടലിലെറിയാൻ വേണ്ടി ഡിസൈൻ ചെയ്യാണോ? 10 കിലോ ഉണ്ട്. പ്രാവിനെ പിടിക്കുന്നത് വെച്ചിട്ട് അതൊക്കെ UK അല്ലേ? ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചൂണ്ടയായിട്ടത്. വലിയ വരാലിനെ പിടിക്കാൻ വേണ്ടി. എങ്ങനെ ചേട്ടാ അതിന്റെ വർക്കിങ്? ലൈവ് തവളനെ കോർത്ത് എറിയാനല്ലേ? ഇതെന്തിനാ ഉണ്ടാക്കിയത്? വാക്കിംഗ് സ്റ്റിക്കോ? എന്തത്? ഇത് നമ്മുടെ നിലം തുടങ്ങുന്ന ഒരു
ഇത് മറ്റേ വെള്ളം ചൂടായി പോകും, ഇതിൻ്റെ അതോടെ ചൂടായി ഇറങ്ങും. കൊള്ളാം. അപ്പോൾ പിടിക്കാനൊക്കെ ഒരു സുഖമുണ്ട് അല്ലേ? ചേട്ടൻ്റെ ഓരോ ഇന്നോവേഷൻ. ഇതൊന്നും പോയപ്പോൾ അതിലോട്ട് ഇതിൽ മീനെ ഒരുപാട് പിടിച്ചിട്ടുണ്ടോ? പിന്നെ ഒത്തിരി പിടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. സൈസില്ല, കിട്ടിയത് കിട്ടി. സൈഡിൻ്റെ ലാക്രോൻ്റെ ലാർക്കിൻ്റെ പാക്രോയിൽ ഗപ്പിഫൈൻ്റെ വേട്ട തുടരാണ് കേട്ടോ. ലാർക്കിൻ്റെ പാക്രോ വിത്തിരില്ല. അടിപൊളി വെച്ചാൽ അടിപൊളി ഹുക്കപ്പും ആക്ഷനുള്ള പോകാണ് ലാർക്കിൻ്റെ പാക്രോ. നാലെല്ലാം പിടിച്ചു. ഗൈസ് ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല. നമുക്കൊരു വരാൽ അടിച്ചിരിക്കാൻ കേട്ടോ. എങ്ങനെ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ നമ്മളോട് കുറച്ച് നേരം പറയണേ, ഓൻ അവിടെ എന്തോ മറയുണ്ടെന്ന്. അവിടെ ഒറ്റ കയറിഞ്ഞ് സാധനം അടിച്ച്. അതാണ് പ്രായമായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പാക്രോ V3 അടിച്ച വരാലാണ് ഈ കാണുന്നതൊക്കെ. 4 എണ്ണം അടിച്ചായിരുന്നു. അത്യാവശ്യം നല്ല സൈസുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മാത്രമേ ചെറുത്തുള്ളൂ. ഗൈസ് ഇതാണ് കേട്ടോ ലാർക്കിൻ്റെ പാക്രോ V3. അടിപൊളി വെച്ചാൽ അടിപൊളി സോഫ്റ്റ് ഫ്രോഗാണ്. ഇതിൻ്റെ ഡബിൾ സ്പിന്നർ കൊണ്ട് നല്ലൊരു ആക്ഷനും അടിപൊളി ഹുക്കപ്പെട്ട മീനൊന്നും മിസ്സായിട്ടില്ല. ആകെ ഒരു ചെറുത് മാത്രമേ മിസ്സായുള്ളൂ. അപ്പോൾ ഇന്ന് കിട്ടിയ മീനുകൾ നമുക്ക് കാണാം. രാവിലെ വൈകിട്ട് വരെ കിട്ടിയ കേട്ടോ. രാവിലെ കിട്ടിയ വെളുത്തിരിക്കുന്നത്, ബാക്കി കറുത്ത് നിന്ന് കിട്ടിയത്. അത്യാവശ്യം നല്ല സൈസുള്ള വരാലുകളാണ് കേട്ടോ. 1-2 റൺ റിലീസും ചെയ്തത്. ഇന്ന് നമുക്ക് പാക്രോ V3 അടിച്ച വരാലുകളെ മാത കോൾഡ് സ്റ്റോറേജിലാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. ആദ്യം ഒന്ന് തൂക്കി വെക്കണം. ചേച്ചി വരാലിന് എടുക്കൂലേ ഇവിടെ? ആര് കൊണ്ടുവന്നാൽ എടുക്കൂലേ? നമ്മളെ ആംഗ്ലേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൊണ്ടുവന്നാൽ എടുക്കൂലേ? അത്യാവശ്യം എത്ര വരാലിനെങ്കിലും ഇവിടെ എടുക്കും. അത് തൂക്കി നോക്കാം. 2,800 കേട്ടോ. എത്ര കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ചേച്ചി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം. വരാൽ കൊടുത്തിട്ടുണ്ട്. ചേച്ചി എണ്ണി തരുന്നുണ്ട്. ഇത്രയധികം മീൻ നമുക്ക് ഇത്രയും രൂപയാണ് നമുക്ക് കിട്ടിയത് ഈ വരാൽ കൊടുത്തിട്ട്. അപ്പോൾ കിലോ എത്ര കിട്ടിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും.